ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ എപ്പിസോഡ് കുറച്ച് ലോങ് ഉള്ള എപ്പിസോഡായിരുന്നു. കുറച്ചായാലും നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ലോങ് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ടോപ്പിക് കുറച്ചൊരു വലിയ ടോപ്പിക് പോലെ എനിക്ക് തോന്നി. അതായത് മുപ്പത് സെക്കൻഡ്സും 60 സെക്കൻഡ്സും ഒതുങ്ങി നിൽക്കുന്ന ഒരു ടോപ്പിക്കല്ല. നമ്മളെ തന്നെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ എക്സാമ്പിൾസാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സന്ദർഭം. ആ സന്ദർഭത്തിൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും കിട്ടും. സ്പീച്ച്, ഡാൻസ്, പാട്ട്, ഡ്രോയിങ്, എന്തും കലാപരമായിട്ട് നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പൊതുവെ ഈ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ആയിരിക്കും കടന്നു പോവുക അല്ലേ. സന്ദർഭങ്ങളും അപ്പോഴായിരിക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുക. ആ സമയത്ത് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഓക്കെ, നമുക്ക് എല്ലാവർക്കും എല്ലാ തരത്തിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ ആ ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ ടൂറിൽ പോയ സമയത്തൊക്കെ യൂഷ്വലി പാട്ട്, സ്കൂൾ ബസ്സിലാണെങ്കിൽ പാട്ടിടുക, ഡാൻസ് ഇടുക, അതൊരു കലാപരിപാടിയാണല്ലോ. അപ്പോൾ ആ പരിപാടി സമയത്ത് നമ്മൾ ഡാൻസ് കളിക്കാതിരിക്കുന്നത് 2 കൂട്ടർ അല്ലെങ്കിൽ ഒരു 3 കൂട്ടരായിരിക്കും. ഒരു കൂട്ടർ പറയുന്നത് അവർക്ക് കളിക്കാൻ താല്പര്യമില്ല, ഓക്കെ, അപ്പോൾ അവർക്ക് നഷ്ടം വരത്തില്ല. രണ്ടാമത്തെ ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ കുറച്ചൊരു നാണം കൊണ്ടിട്ട്, അതായത് ഒരു കംഫർട്ട് സോൺ പുറത്തു വരാൻ പറ്റാത്ത ടീം. അതും ഞാൻ പറയാൻ പോകുന്ന കാറ്റഗറി ഏകദേശം ഒരേ കാറ്റഗറി ആയിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി പറയുന്നത് അവർക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടാവും, ബട്ട് അവർക്ക് ഒരു കൂടെ ഉള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടീംസ് കളിക്കത്തില്ല. അപ്പോൾ അവർക്ക് കളിക്കാൻ താല്പര്യം എന്തുകൊണ്ടാണ് അവർ കളിക്കാത്തതുകൊണ്ട് ഇവർക്ക് കളിക്കാൻ ഒരു മടി. ഓക്കെ, അവർക്കും ആ ഡിസ്കംഫർട്ട് സോണിനും പുറത്തു വരാത്ത ടീമിനുമായിരിക്കും ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നഷ്ടബോധം ഉണ്ടാവുക. ആദ്യത്തെ ടീമിന് നഷ്ടബോധം വരില്ല, കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും കളിക്കേണ്ട ഡാൻസിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ പാട്ടിനോട് താല്പര്യമില്ല, ഡ്രോയിങ്ങിന് താല്പര്യമില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എക്സ്പോർഡ് സെൽഫ് പറയുന്ന ഒരു സംഭവം, അതൊരു സന്ദർഭം. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കി ചെറിയ സൈനകത്ത് അറിയുന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആ ഏരിയയിൽ ഒന്ന്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ്, അതായത് നിങ്ങളെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഈ ഗ്രൂപ്പിൽ ഫ്രണ്ട്സിന് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളും കളിക്കാതെ പോയത്. ഈ ഫ്രണ്ട്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഡാൻസിന് താല്പര്യമുള്ള ആൾക്കാരാണ്, അവരൊക്കെ കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സന്ദർഭത്തിൽ അപ്പോൾ അതായത് അവർക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് സർക്കിളിൻ്റെ സമയത്തും നമ്മൾ അപ്പോൾ പോയിട്ട് കളിക്കുവാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. മറിച്ച് അപ്പോഴും നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ അവർ ഫ്രണ്ട് സർക്കിൾ ഇല്ലെങ്കിൽ പോലും വേറെ ആരെങ്കിലും ഒറ്റയ്ക്ക് വരുന്ന സന്ദർഭത്തിൽ സെയിം സിറ്റുവേഷൻ കിട്ടിയിട്ട് നിങ്ങൾ അതിനോട്ട് ആ ഒരു സിറ്റുവേഷനിൽ അനങ്ങി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിലും എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ട്. ഒരു ചെറിയ സന്ദർഭം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പല ജീവിതത്തിനും പല സന്ദർഭങ്ങളും ഇതേപോലെ നമുക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഡിസഡ്വാൻറ്റേജസ് എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ, ഇപ്പം എൻ്റെ പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഈ പ്രായത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചു, ഇപ്പം എൻ്റെ പലതും ഞാൻ മനസ്സിലാക്കി എന്ന് വെച്ചു. അപ്പം എനിക്കിപ്പോൾ ഇനിയും എനിക്ക് കുറച്ചും കൂടി സന്ദർഭങ്ങളും വരും, കുറച്ചും കൂടി സമയമുണ്ട് അല്ലേ. ഇപ്പം ഞാനൊരു 27 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും കിടക്കുന്നു ഒരു 60-50 വയസ്സോളം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം ശ്രമിച്ചാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് അത് പൊടി തട്ടിയെടുത്ത് നമുക്കൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ്. മറിച്ച് ഇപ്പം എൻ്റെ അമ്മമ്മേൻ്റെ ഒക്കെ പ്രായം, അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ഒരു പ്രായം ഉള്ള ആൾക്കാർക്ക് ആ ഒരു തിരിച്ചറിവ് അപ്പം വന്നു വെച്ചോ, അവർക്ക് പിന്നീട് ചെയ്യാൻ ഒരു മടിയാണ്, എഗെയിൻ അവർക്കൊരു കാരണമാകും. ഏജ്, പിന്നെ സൊസൈറ്റി, ആൾക്കാർ എന്ത് വിചാരിക്കും, പക്ഷെ ഒരു ബോഡി
കണ്ടീഷൻ ചിലപ്പോൾ ഇനിയിപ്പോൾ അതിന് വഴങ്ങിയ ഒരു ടൈം കണ്ടീഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ അന്നൊരു കാലത്ത് നമുക്ക് അതിനെ ഓർത്തിട്ട് അപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ മറ്റൊരാൾ ഈ കാര്യം ചെയ്ത് കാണുമ്പോൾ ഒരു സങ്കടം വരികയോ ട്രിഗർ ചെയ്യുകയോ എങ്ങനത്തെ സന്ദർഭങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടുപോയ കാര്യം മനസ്സിലാക്കാൻ സാധ്യത ഉണ്ടാവുക. ഈ ഒരു എപ്പിസോഡ് എൻ്റെ ഒരു മാക്സിമത്തിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊപ്പം എന്തെങ്കിലും ചേർക്കാൻ ഉണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും ടെലിഗ്രാമിലായാലും മെയിലായാലും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. വായിക്കാൻ ഞാൻ ഇവിടെ റെഡി നിൽക്കുന്നു. സോ ഈ പറന്നു പോയ ആളിൻ്റെ പേര് പറയുന്നത് രാധിക അയ്യർ. ചാനൽ പറയുന്നത് ഫ്രിക് ടോക്സ് ആൻഡ് പോഡ്കാസ്റ്റ് ആണ്. സോ ദിസ് ഇസ് രാധിക അയ്യർ സൈനിങ് ഓഫ് ഫ്രം ഫ്രിക് ടോക്സ്.